പോരാടും. കാരണം മെസ്സിക്ക് ഇനിയൊരു ലോകകപ്പ് പ്രതീക്ഷ. അപ്പോൾ രണ്ടാം കിരീടം തുടർച്ചയായിട്ട് നേടാൻ അർജന്റീന കളിക്കാർ എന്തിനു പോകുന്ന കളിക്കാരുണ്ട് ഇപ്പോൾ അടക്കം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജീവൻ പോലും പോയാലും മതി ഓല് വിടൂല. സ്പെയിനെ ശക്തി ഓലിക്ക് അറിയാം. കാരണം ബാഴ്സലോണാണ്. അപ്പോൾ മെസ്സിക്ക് അറിയാം എല്ലാ തന്ത്രങ്ങളും. യമാലി എന്ന് പറഞ്ഞ കളിക്കാരൻ അസാധ്യ ഫോമിലാണ്. തള്ളാൻ പറ്റും. ഈ മെസ്സിനെ ചെറുപ്പകാലത്തിൽ മെസ്സി കുളിപ്പിച്ചൊക്കെ പറഞ്ഞ ബാഴ്സലോണ ഇത്ര ബന്ധത്തിൽ അസത്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴക്കാട് സുബൈർക്ക. ഫുട്ബോളിൽ ഒരുപാട് അത്യാവശ്യം ഒരു കാര്യങ്ങളൊക്കെ ഒരു സംസാരിക്കുന്ന എല്ലാവർക്കും പരിചിതമായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫൈനൽ ഡിസിഷൻ എന്താ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രാത്രി ഫൈനൽ ഏതായാലും നടക്കാൻ പോവുകയാണ്. സ്പെയിന് അർജൻറ്റീന തമ്മിൽ അതിൻ്റെ ഫൈനൽ ലാസ്റ്റ് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വാഴക്കാടിലേക്ക് വന്നത്. സുബൈർക്ക, ഇപ്പോൾ നിങ്ങൾ ഏതായാലും ഫുട്ബോളിൽ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ അതുകൂടാതെ ഒരു അർജന്റീനിയൻ ആരാധകനാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ ഈ കളിയിൽ സ്പെയിന് അർജന്റീന ഫൈനലിൽ ആര് അടിക്കാനാണ് ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ എല്ലാ ഫോമും നിലനിൽക്കുന്ന ടീമാണ് സ്പെയിന്. കാരണം സ്പെയിന് നമ്മൾ കണ്ടതാണ് ഫ്രാൻസിന് ഈ ലോകകപ്പ് നേടാനുള്ള ഏറ്റവും വലിയ ടീം ഇനി ഫ്രാൻസ്. ഫ്രാൻസിന് പന്ത് പോലും കിട്ടാത്ത അവസ്ഥ ആക്കിയ ടീമാണ് സ്പെയിന്. കാരണം എംബാപ്പ ഒന്ന് കളത്തിൽ ജീനി, അതുപോലെ ഉസ്മാൻ ഡംബല പോലത്തെ കളിക്കാരൊന്നും, അതുപോലെ ഒലീസൊന്നും. കാരണം അത്രയും പോലും പാസ് കൈമാറിനടുത്ത് മധ്യരിലടിച്ച് ഫ്രാൻസിൻ്റെ എംബാപ്പക്ക് ബോൾ കിട്ടാത്ത അലിഞ്ഞ് തിരിഞ്ഞ് നടക്കി. അപ്പോൾ അത്രയും ബോളിൻ്റെ ടീം ലൈനപ്പ് ഇറക്കിയ കോച്ചാണ് ലൂയിസ് ഡെഫോണ്ട എന്ന് പറഞ്ഞ കോച്ചാണ് സ്പെയിൻ്റെ കോച്ച്. അപ്പോൾ അയാളെ സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ ആ സ്പെയിനാണ് എതിരാളികൾ. സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡിഫൻസ് കളിക്കുന്ന ടീമല്ല, ഓല് അറ്റാക്ക് നടത്തുന്ന ടീമാണ്. ഡിക്കി ടാക്ക കുറിയ പാസിൻ്റെ ആൾക്കാർ ഓലെ കയ്യിൽ നിന്ന് പന്ത് കിട്ടാൻ ഒരു 5 മിനിറ്റ് എതിരാളി. ഒരു മിനിറ്റ് അതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞാൽ ഈ ഡിഫൻസിലേക്ക് കളി കൊണ്ടുപോയ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അത് കുടിക്കാതെ ഇംഗ്ലണ്ടിന് അത് കുടിക്കാണ്. ഇംഗ്ലണ്ട് അറ്റാക്കിംഗ് ഫുട്ബോളുള്ള ഇന്നലെ ഫ്രാൻസിനെ തകർത്ത് അറ്റാക്കിങ്ങിൽ. അപ്പോൾ അറ്റാക്കിങ് ഇല്ലാത്ത ഒരു കാരണമാണ് ഇംഗ്ലണ്ട് തോറ്റ്. അപ്പോൾ ഡിഫൻസിലേക്ക് വലിയ അർജന്റീന പോലത്തെ ടീം ഇപ്പോൾ ഒരു 20 മിനിറ്റ് അസാധ്യ കളിയാണ്. അവസാനം ഡിഫൻസ് ഒക്കെ പൊട്ടിച്ചു. അപ്പോൾ അർജന്റീന സ്പെയിൻ അതിൻ്റെ ആൾക്കാരല്ല. അതുകൊണ്ട് സ്പെയിന് അറ്റാക്കിങ് നടത്തുന്ന എനിക്ക് ഉറപ്പാണ്. കിടിലം പോരാട്ടം. അർജന്റീന കുറച്ച് വീക്കായാലും ഇംഗ്ലണ്ടിനെതിരെ കളിച്ച അർജന്റീന ഭയങ്കര ഫോമിലിനി നല്ല പ്രഷർ ചെയ്ത് കളിക്കുന്ന കളിക്കാരാണ്. എതിരാളികൾ നല്ല പൂട്ടൽ കിട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അർജന്റീന ഉള്ളത്. കോച്ച് ലയൻസ് കലോണി എന്ന് പറഞ്ഞ കോച്ച് ഈ ഏറ്റവും വലിയ സമ്പത്തുള്ള കോച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ലോകകപ്പ് നേടി ഈ 4ാം കിരീടം നേടാൻ വേണ്ടിയിട്ട് അർജന്റീന സഹ കളിക്കാർ എന്തിനു പോകുന്ന കളിക്കാരാണ്. മെസ്സിക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിൽ ജീവൻ പോയാലും ഒരു വിടൂലാന്നാണ് എൻ്റെ അഭിപ്രായം. മെസ്സിനെ പറഞ്ഞാൽ എന്ത് വില കൊടുത്തും മെസ്സിന്റെ അടുത്ത് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കളിക്കാരാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ബ്രസീൽ ആരാധന കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങളെ പോലെ കളി ഇപ്പം ഞാൻ അവസാന കളി ഇന്നലത്തെ രാത്രി 2:30 കളി പോലും ഞാൻ ഫുള്ളായിട്ട് കണ്ട ആളാണ്. ഇന്നലെ ഒരു ഗോൾമായ തന്നെ ഇന്നലെ കിട്ടി. അതിലിപ്പോൾ അവർക്കിപ്പോൾ ഏതായാലും 3ാം സ്ഥാനം ലൂസേഴ്സ് ഫൈനലിൽ ഇപ്പം എംബാപ്പക്ക് നല്ലൊരു കാര്യമായി. ഇപ്പം ഇനി ഗോൾഡൻ ബൂട്ട് അതിപ്പം മെസ്സിയിലേക്ക് സാധ്യത ഉണ്ടല്ലോ. ഒരു ഹാട്രിക് ഒക്കെ വന്നാലേ ഹാട്രിക് അല്ല ഏറ്റവും വലിയ കളിക്കാരൻ മെസ്സിയാണ് സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ബ്രിട്ടനെതിരെ കളിച്ച കളിയാണെങ്കിൽ അർജന്റീന പോരാടും. കാരണം മെസ്സിക്ക് ഇനിയൊരു ലോകകപ്പ് പ്രതീക്ഷ. അപ്പോൾ രണ്ടാം കിരീടം തുടർച്ചയായിട്ട് നേടാൻ അർജന്റീന കളിക്കാർ എന്തിനു പോകുന്ന കളിക്കാരുണ്ട് ഇപ്പോൾ അടക്കം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജീവൻ പോലും പോയാലും മതി ഓല് വിടൂല. സ്പെയിനെ ശക്തി ഓലിക്ക് അറിയാം. കാരണം ബാഴ്സലോണാണ് മെസ്സി വളർന്നു. ബാഴ്സലോണ ടീം തന്നെയാണ് സ്പെയിൻ എന്ന് പറഞ്ഞത്. ആ രാജ്യത്ത് നിന്ന് വരുന്ന കളിക്കാരാണ്. അപ്പോൾ മെസ്സിക്ക് അറിയാം എല്ലാ തന്ത്രങ്ങളും. യമാലി എന്ന് പറഞ്ഞ കളിക്കാരൻ അസാധ്യ ഫോമിലാണ്. തള്ളാൻ പറ്റും. ഈ മെസ്സിനെ ചെറുപ്പകാലത്തിൽ മെസ്സി കുളിപ്പിച്ചൊക്കെ പറഞ്ഞ ബാഴ്സലോണ ഇത്ര ബന്ധത്തിൽ അസത്യമുണ്ട്. ബാഴ്സലോണാണല്ലോ മെസ്സി കളിച്ചിനി. യമാലി ജനിച്ചോ സ്പെയിലാണല്ലോ. അപ്പോൾ ബാഴ്സലോണാണ് മെസ്സി ഉള്ളത് സ്പെയിനിൽ. അപ്പോൾ ബന്ധമുണ്ട്. അപ്പം ഓല് പോയി കണ്ടും ഒക്കെ ഉണ്ട്. അതൊന്നും കളിയിലല്ല അതല്ല. എന്നാലും ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവും യമാലിന്. ഒരു ഇതാണ്. പക്ഷെ കളിയിൽ പതിക്കൊന്നും തോന്നില്ല. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല, യമാലല്ല ഫോമിലാണ്. യമാൽ തടിയുള്ള തന്ത്രമൊക്കെ അർജന്റീനയ്ക്ക് ഉണ്ടാവും. പക്ഷേ അർജന്റീന ഫോർവേഡ് ശക്തമാണ്. അതുകൊണ്ട് സ്പെയിൻ്റെ ഡിഫൻസും പരീക്ഷിക്കപ്പെടും. സ്പെയിൻ്റെ പ്രതിരോധം നല്ല ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉനൈസൻ പിന്നെ സോമൻ എന്ന് പറഞ്ഞ ഗോൾ കീപ്പറാണ് സ്പെയിൻ്റെ ഗോൾ കീപ്പർ. അയാൾ ഫോമിലാണ്. എമിലിയാനോ മാർട്ടിനസും കഴിഞ്ഞല്ലാത്ത അത്ര
ഫോമിലല്ല എമിലിയ മാർട്ടിനസ്. എന്നാലും അവൻ്റെ അടുത്ത് അടി വന്നില്ല. അപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യം ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമുള്ള പോരാട്ടത്തിൽ ഒരു 4ാം കിരീടത്തിന് വേണ്ടിയിട്ട് സ്പെയിൻ 2ാം കിരീടത്തിന് ശ്രമിക്കണം. 2010 ഒറ്റ കിരീടം സ്പെയിനുള്ളൂ. അപ്പോൾ 4ാം കിരീടത്തിന് വേണ്ടിയിട്ട് അർജൻറ്റീന ശ്രമിക്കുമ്പോൾ പിന്നെ മെസ്സിക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും ത്യജിക്കാൻ പോലും കളിക്കാർ തയ്യാറാവും. ഇനി ഉറപ്പാണ്. അതുകൊണ്ട് എക്സ്ട്രാ ടൈം എഴുതി തള്ളണ്ട, ടൈം ബേക്കറും എഴുതി തള്ളണ്ട. കിട്ടില്ല 2 പോരാട്ടമായി ഫൈനൽ. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അർജൻറ്റീന ആളാണല്ലോ, അർജൻറ്റീന വിജയിക്കും തന്നെ പ്രതീക്ഷ. വിജയിക്കട്ടെ എന്ന് ഞാൻ പറയും ചെയ്യട്ടെ. ഓക്കെ എല്ലാ ആശംസകളും അർജന്റീനക്കും അതുപോലെ സ്പെയിനും ഞാൻ നേരിട്ടോ. ഞാനിപ്പോൾ എനിക്ക് 2 രാജ്യവും ബ്രസീൽ ആരാധന എന്ന നിലക്ക് അങ്ങനെയാണ് ഞാൻ പറയാം. ഓക്കെ താങ്ക് യു സുബൈർക്ക, താങ്ക് യു.